ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂ പോലുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും ദിവസങ്ങളിൽ ചെയ്യുന്ന ഒന്നാണ് പാലപ്പം. അത് പെർഫെക്റ്റായി ചെയ്തില്ലെങ്കിൽ പിന്നെ ഒന്നും അങ്ങോട്ട് ശരിയാവില്ല. അതിനായി ഞാൻ 2 നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. കുതിർക്കാൻ വെച്ചിരുന്ന അരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയുള്ളത്. ഇനി ഇത് ആട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളമായിരിക്കണം എടുക്കേണ്ടത്. അതെന്താ കാരണം എന്നല്ലേ, മിക്സിയുടെ ജാറിൽ അരി ആട്ടിയെടുക്കുമ്പോൾ ഈ മാവ് ചൂടാവും. അതില്ലാതിരിക്കാനാണ് തണുത്ത വെള്ളം ഒഴിക്കുന്നത്. മില്ലിലോ ഗ്രൈൻഡറിലോ ആട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല. തേങ്ങ പൊട്ടിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചാലും നല്ലതാണ്. ആട്ടിയ മാവ് ചൂടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ആളുകളുടെ പ്രശ്നം മിക്സിയിലിട്ട് അരി ആട്ടിയിട്ട് ഒരുപാട് ചോറും കൂടാട്ടി ഒഴിക്കും. അതാണ് പ്രശ്നം വരുന്നത്. ഞാൻ ചോറിടുന്നില്ല, കപ്പി കാച്ചി ഒഴിക്കാൻ പോവുകയാണ്. കപ്പി കാച്ചി ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്, വലിയ പാടാണ്. പക്ഷെ ഇതുപോലൊന്ന് നിങ്ങൾ കപ്പി കാച്ചി ഒഴിച്ചു നോക്കും, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. കപ്പിയാച്ചി ഒഴിക്കാൻ ഞാൻ വേറെ മാവുകളൊന്നും എടുക്കുന്നില്ല. ഈ മിക്സി കഴുകിയ വെള്ളം മാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾ ചോറിടുകയാണെങ്കിൽ കുറച്ച് ചോറ് മാത്രം ഇട്ട് കൊടുക്കണം. വെച്ച വെള്ളം തിളച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എളുപ്പമാവും ഇത്. ആദ്യമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കട്ടയാവും. ഇങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ല, നല്ല പെർഫെക്റ്റായി കിട്ടും നമുക്ക്. നിമിഷ നേരം കൊണ്ട് കപ്പി കാച്ചി. നമ്മുടെ വീട്ടിൽ അധികം വരുന്ന ചോറ് മതി. പക്ഷേ ഉച്ചയ്ക്ക് വെച്ച ചോറ് വൈകിട്ടാവുമ്പോൾ പഴവിയ ചോറ് ആട്ടിയാലും പിറ്റേന്നത്തേക്ക് എടുക്കാനുള്ള മടി കൊണ്ടാണ് ഈ കപ്പി കാച്ചൽ. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് തവിയിടാതെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിറ്റേന്ന് ഈ മാവ് എടുക്കാൻ നേരം വെള്ളം ഒഴിക്കാത്ത രീതിയിൽ ആ പരുവത്തിനായിരിക്കണം നമ്മളിപ്പോൾ നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി കൊടുക്കേണ്ടിയുള്ള. തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഇനി ഇത് എയർ ടൈറ്റ് അല്ലാത്ത പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. എയർ ടൈറ്റോടുകൂടി നമ്മൾ പാത്രം വെച്ച് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് പുളിക്കാൻ താമസം വരും. പിറ്റേന്നായപ്പോഴേക്കും നല്ലതുപോലെ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച്
ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് സോഡാപ്പൊടിയും ഇട്ട് ഒന്ന് കലക്കി പാലപ്പം ഉണ്ടാക്കി നോക്കിയാലോ? ഇതുപോലെ നിങ്ങളും പാലപ്പം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കുമായി ഷെയർ ചെയ്യുക.